ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ആദ്യമായിട്ട് അര ഗ്ലാസ് പച്ചരി എടുത്ത് അരിച്ച് രാത്രി കുതിർത്തി വെച്ചിട്ട് ഒരു തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പാലെടുത്തതാ. രണ്ടും മിക്സാക്കി കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ കയ്യിൽ ഏത് പാത്രമുണ്ട് ആ പാത്രം വെച്ചാൽ മതി. ഞാൻ ഈ പാത്രത്തിലാണ് ചെയ്യുന്നത്. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇളക്കി കൊടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത് തേങ്ങാക്കൊത്ത് ഒന്ന് ഇതുപോലെ വറുത്തെടുക്കണം. കരിയാതെ നോക്കണം. ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സൈഡിൽ കുറുക്കിയെടുക്കണം. പിന്നെ അതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും അങ്ങനെ വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. പിടിക്കുന്നില്ല, ഒരുപാട് സമയമൊന്നും പിടിക്കുന്നില്ല. പെട്ടെന്ന് ഈ സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായി കുറുകി വരുമ്പോഴാണ് ഈ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എത്ര വേണം ആവശ്യത്തിന് മധുരം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇളക്കി കൊടുക്കണം. അടിയിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഏകദേശം കളറൊക്കെ മാറി വന്നു. ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒന്നും. പിന്നീട് ഒരു പാത്രത്തിൽ കടലപ്പരിപ്പ് ഞാൻ വേവാൻ വെച്ചു. കുക്കറിലാണ് വേവിച്ചത്. ഒരു വിസിലടിച്ച് അത് ഊറ്റിയെടുത്തതാ. വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വീണ്ടും ഇളക്കി കൊടുക്കണം. നന്നായി കുറുകി വരുമ്പോഴാണ് ഒട്ടിപ്പിടിക്കാതെ തന്നെ നോക്കണം. ഞാൻ വെറും അര ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ആഡ് ചെയ്തത്. ഇതിന് അര ഗ്ലാസ് പച്ചരി അരച്ചെടുത്തത് ഞാൻ ഇതുപോലത്തെ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ധൈര്യമായിട്ട് ചെയ്യാം. 3 ദിവസക്കാലം മാറ്റി വെച്ച് കഴിക്കാൻ പറ്റുന്നു. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് അതൊക്കെ ഞാൻ വറുത്ത് വെച്ചതാണ്. അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നോക്കി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പാത്രത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഓക്കെ. ഇതുപോലെ നിങ്ങളും ഒന്നും ഉണ്ടാക്കണം. എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. പറയാൻ മറന്നതാ, ഉപ്പും ഏലക്കയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കുറുകിയെടുക്കുമ്പോൾ. ഇതുപോലെ ചെയ്തൊന്ന് നോക്കണേ. ഇത് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അതായത് ഇതിനാണ് പറയുന്നത് കിണ്ണത്തപ്പം. പീസായാലും ആലുവ പീസ് പോലെ ആക്കിയെടുക്കാൻ പറ്റുന്നു. വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നു. ഏകദേശം എനിക്ക് 3/4 മണിക്കൂറാണ് ഇതിന് വേണ്ടി വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.